ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തല അജിത് കുമാർ നായകനായി മഹിഷ് തിരുമേനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ഇന്ന് ഫെബ്രുവരി 6 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് വിടാമുയർച്ചി. ഏകദേശം നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ ഈ അജിത് കുമാറിന്റെ സിനിമ കേരളത്തിൽ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായവും കിട്ടിയിട്ടുണ്ട്. 1997 റിലീസായ അമേരിക്കൻ സിനിമയായ ബ്രേക്ക് ഡൗണിന്റെ റീമേക്ക് ചിത്രം കൂടിയാണ് വിടാമുയർച്ചി. ബ്രേക്ക് ഡൗണിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയ ഈ സിനിമയ്ക്ക് 2.5 മണിക്കൂറാണ് ദൈർഘ്യം. അതേസമയം ബ്രേക്ക് ഡൗണിന്റെ ദൈർഘ്യം 1.5 മണിക്കൂറായിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ സുഭാസ്കരൻ നിർമ്മിച്ച ഈ സിനിമയുടെ സംഗീതം പകർന്നിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. ഓം പ്രകാശ് DOPയും MB ശ്രീകാന്ത് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഏകദേശം 300 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടത് 255 തിയേറ്ററുകളിലാണ്. കേരളത്തിൽ 2025 തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് വിടാമുയർച്ചി. ചിത്രം 65 ലക്ഷം രൂപയായിരുന്നു പ്രീസെയിൽ കളക്ഷനായി സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 16 കോടി 50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 30 കോടി രൂപയുമായിരുന്നു. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരള കളക്ഷനായി 1.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ 30 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 35 കോടി 40 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധ്യതയുള്ളത് 50 കോടി രൂപയുമാണ്. നാളെ ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ഒരു 4K റീമാസ്റ്റർ റിലീസ് ചിത്രം ഉൾപ്പെടെ 4 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. MDയുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരകഥ 1989 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ്. സുരേഷ് ഗോപി, മാധവി, ബാലങ്കേ നായർ, ക്യാപ്റ്റൻ രാജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി നാളെ വെള്ളിയാഴ്ച വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. നാളെ വെള്ളിയാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത് 85 സിനിമാ തിയേറ്ററുകളാണ്. UAE ഉൾപ്പെടെ GCCയിലും UK ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങളുമെല്ലാം തന്നെ നാളെ ഈ സിനിമ തിയേറ്ററിലെത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ നേരത്തെ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയ ആവനാഴി ഉൾപ്പെടെ വല്യേട്ടൻ ഉൾപ്പെടെ പല സിനിമകളും പരാജയമായിരുന്നു. അതേസമയം വടക്കം വീരഗാഥയ്ക്ക് അത്യാവശ്യം മികച്ച പ്രൊമോഷൻ കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും വടക്കം വീരഗാഥ എന്ന MDയുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് തിരക്കഥയായ ചതിയൻ ചന്തു ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസോടുകൂടി കാണാൻ അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ജോജു ജോർജ് നായകനാകുന്ന നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. സംവിധായകനായ ജോബി ജോർജ് തിരക്കഥ എഴുതിയ ഈ സിനിമ നവാഗതനായ ശരൺ വേണുഗോപാലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ക്രൈമും വയലൻസും ത്രില്ലുമൊക്കെ നിറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച ഒരു ഫാമിലി എന്റർടൈനർ സിനിമയാണ് നാരായണീന്റെ മൂന്നാൺമക്കൾ. ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. സംഗീതം രാഹുൽ രാജും അപ്പു പ്രഭാകർ DOP നിർവഹിച്ചിരിക്കുന്നു. എഡിറ്റിംഗ് ജ്യോതി സ്വരൂപാണ്. കലാഭവൻ നവാസും ഭാര്യ രഹനയും ദമ്പതികളായി അഭിനയിക്കുന്ന സിനിമയാണ് ഈഴ. ഈ സിനിമ നാളെ ഫെബ്രുവരി 7 തിയേറ്ററിലെത്തുകയാണ്. നവാഗതനായ സിറാജ് റസ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ BBS പിക്ചേഴ്സിന്റെ ബാനറിൽ ആയിഷ ബീവിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷമീർ ജിബ്രാനും എഡിറ്റിംഗ് ബിൻഷാദുമാണ്. സംവിധായകനായ സിറാജ് റസ തന്നെയാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത്. മിനു ശ്രീധർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഹൊറർ ത്രില്ലർ സിനിമയായ ലവ് ഡയൽ നാളെ തിയേറ്ററിലെത്തുകയാണ്. രേഷ്മ രഞ്ജിത്ത്, രമ ശുക്ല, മീനാക്ഷി അനീഷ്, ജസ്പ്രീത് കൗർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. അമൽ തോമസ് DOPയും ജതീഷ് മോഹനൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഫ്രാൻസിസ് സാബുവാണ് ഈ ചിത്രത്തിന് സംഗീതം പകർന്നിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ഗൗതം വാസുമേനോൻ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് ഫ്രണ്ട്സ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, സുസ്മിത ഭട്ട്, വിജയ് വെങ്കടേഷ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്ന് വ്യാഴാഴ്ചയോടെ 15 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 15 ദിവസത്തെ കേരള കളക്ഷൻ ഏകദേശം 9 കോടി 70 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിൽ തന്നെയാണ്. ബേസിൽ ജോസഫ് നായകനെ ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പൊന്മാൻ. സജിൻ ഗോപു, ലിജോ മോൾ ജോസ്, ആനന്ദ് മൻമഥൻ, ദീപക് പറമ്പോൾ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജിത് വിനായകയാണ് നിർമ്മിച്ചത്. ചിത്രം ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 5 കോടി 50 ലക്ഷത്തോളം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് പൊന്മാൻ എന്ന സിനിമയ്ക്കും കേരളത്തിൽ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 5 കോടി 85 ലക്ഷത്തോളം രൂപയാണ്. പൊന്മാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിലും നിലവിൽ 10 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് ഈ സിനിമ നേടിയെടുക്കാൻ സാധ്യത. M മോഹനൻ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ നായകനായി ജനുവരി 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഒരു ജാതി ജാതകം. നിഖില വിമൽ, ബാബു ആന്റണി, കയാട് ലോഹർ, ഇഷ തൽവാർ, മൃദുൽ നായർ, പൂജ മോഹൻരാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്ന് വ്യാഴാഴ്ചയോടെ ഒരാഴ്ച പിന്നിടുകയാണ്. ഈ സിനിമയ്ക്കും ഇന്ന് കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ഏകദേശം 4 കോടി 20 ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നാളെ വെള്ളിയാഴ്ച ഈ സിനിമ UK ഉൾപ്പെടെ കൂടുതൽ ഓവർസീസ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. GCC രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും ഇതിന്റെ അണിയറ പ്രവർത്തകർ തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.